ലോക ചാപ്റ്റർ 2026 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാലം മാറിയാലും കളറായി കൂടെയുണ്ട് പിട്ടാപ്പള്ളി. നമസ്കാരം. 2020 ലോകകപ്പ് വിശേഷങ്ങളുമായി ലോക ചാപ്റ്റർ 2026 തുടങ്ങുകയാണ്. 2020 ലോകകപ്പിൽ ഇന്ത്യയുമായി മത്സരിക്കാൻ പാകിസ്ഥാൻ സമ്മതം അറിയിച്ചതോടെ ആവേശത്തിലാണ് ആരാധകർ. ഒരിക്കൽ കൂടി ലോകകപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വരുന്നു. പാകിസ്ഥാന്റെ ഉപാധികളൊന്നും ICC ഉറപ്പ് നൽകാതെയാണ് മത്സരത്തിന് ഒരുങ്ങുന്നത് എന്നതും ശ്രദ്ധേയമാണ്. നമ്മോടൊപ്പം മനീഷ് ഷാ മാത്യു ചേരുന്നു വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന്. മനീഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ അത് വരുമോ ഇല്ലയോ എന്നതായിരുന്നു ഇത്രയും നാളത്തെ ചോദ്യം. പക്ഷേ ഒരുപാട് ഉപാധികൾ പാകിസ്ഥാൻ വച്ച് ഒരുപാട് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ICC അതിനൊന്നും വഴങ്ങിയില്ല. പക്ഷേ മത്സരം നടക്കും ഫെബ്രുവരി 15. തീർച്ചയായും രുചീഷ്, പ്രധാനമായും ഇന്ത്യയുമായി ബന്ധപ്പെട്ട് രണ്ട് ഉപാധികളാണ് പാകിസ്ഥാൻ മുമ്പോട്ട് വെച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് മുടങ്ങിപ്പോയ ബയലാറ്ററൽ സീരീസ് പുനരാരംഭിക്കണം എന്നുള്ളതാണ്. 2013 ഏറ്റവും അവസാനമായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അങ്ങനെ ഒരു ഏകദിന പരമ്പര അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പരമ്പര നടക്കുന്നത്. അത് പുനരാരംഭിക്കണം എന്നുള്ളതായിരുന്നു ആദ്യമായി മുമ്പോട്ട് വെച്ച ആവശ്യം. അതിനോടൊപ്പം തന്നെ പറഞ്ഞ മറ്റൊരു കാര്യം ഹസ്തദാനത്തിൻ്റെ കാര്യത്തിലായിരുന്നു. നേരത്തെ ഏഷ്യ കപ്പിലടക്കം ഇന്ത്യ പാകിസ്ഥാനുമായി ഹസ്തദാനം നടത്താൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ നടപ്പിലാക്കണം എന്നുള്ളതായിരുന്നു പാകിസ്ഥാൻ പ്രധാനമായും മുമ്പോട്ട് വെച്ച ആവശ്യം. പക്ഷേ ഇത് രണ്ടും ICC നിരാകരിക്കുന്നതാണ് കണ്ടത്. ഇതിൽ പ്രധാനമായി ICCയുടെ നിരീക്ഷണം ഇങ്ങനെയാണ്. അതായത് ഇതിലൊക്കെ തീരുമാനമെടുക്കേണ്ടത് അതത് രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങളുടെ സ്വതന്ത്രമായിട്ടുള്ള അവകാശങ്ങളിൽ എന്തെങ്കിലും തരത്തിൽ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ അതിന് നിർബന്ധിക്കാനോ ഒന്നും ICCക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ അത് രണ്ടും നടക്കില്ല എന്ന് പറഞ്ഞ് അത് തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നിട്ടും പാകിസ്ഥാൻ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ സമ്മതിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ നൽകുന്ന ഒരു ആവേശം വളരെ വലുതാണ്. പലപ്പോഴും നമ്മൾ ലോകകപ്പിലെ മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ 2022 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പല മത്സരങ്ങളും ഇന്ത്യ ഏകപക്ഷീയമായിട്ടാണ് ജയിച്ചത്. പാകിസ്ഥാൻ ഇന്ത്യ പരാജയപ്പെടുത്തിയ ഏക ഒരു മത്സരം എടുത്താലും അതും ഏകപക്ഷീയമായി പാകിസ്ഥാൻ ജയിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അപ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എന്ന് പറയുന്നത് എക്കാലത്തും വലിയ ആവേശം കാണികളിൽ നൽകുന്ന ഒന്നാണ്. മാത്രമല്ല ഇത് ഇല്ലെങ്കിൽ, ഈ ഒരു ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഇല്ലെങ്കിൽ വേൾഡ് കപ്പിൻ്റെ നിറം തന്നെ കെടുന്ന ഒരു സാഹചര്യത്തിലാണ് ICC ചർച്ച നടത്തിയതും. ഒടുവിൽ പാകിസ്ഥാൻ അവരുടെ തീരുമാനത്തിൽ നിന്ന് വ്യതിചലിക്കുകയും ഒടുവിൽ ആ നിലപാട് മാറ്റി മത്സരിക്കാമെന്നൊരു കാര്യത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഫെബ്രുവരി 15 മത്സരം നടക്കുമെന്നുള്ള കാര്യം തീർച്ചയായിരിക്കുന്നു. നിലവിലെ ഒരു ഫോമുകൾ അനുസരിച്ച് പാകിസ്ഥാൻ അങ്ങനെ എഴുതി തള്ളാൻ പറ്റുന്നൊരു ടീമല്ല. പ്രത്യേകിച്ച് അവർ സ്വന്തം നാട്ടിൽ ഓസ്ട്രേലിയക്കെതിരെ പരമ്പര ജയിച്ചാണ് ലോകകപ്പിന് തയ്യാറെടുത്ത് വന്നിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്താണെങ്കിലും പരമ്പര ജയമുണ്ട്. എന്തായാലും ഒരു മികച്ച പോരാട്ടം തന്നെ കാണാൻ കഴിയും രുചീഷ്. ശരി മനീഷ്, വലിയ ആവേശത്തിലാണ് ആരാധകരുള്ളത്. ഇന്ത്യയും പാകിസ്ഥാനും വരുമ്പോൾ ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇന്ത്യ പാക് താരങ്ങൾ പരസ്പരം കൈകൊടുക്കുമോ? ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെതിരെ തൂത്തുവാരിയെങ്കിലും ഓസ്ട്രേലിയയെ തകർത്ത് എത്തുന്ന പാകിസ്ഥാൻ ടീമിനെ ഇന്ത്യ ഭയക്കണോ? ആര് ജയിക്കും? ആരാധകർക്കും പറയാനുണ്ട്. ആരാധകരുടെ പ്രതീക്ഷകൾ നോക്കാം. ജോയ്മോൻ ജോസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഒരിക്കൽ കൂടി ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിന് കളമൊരുങ്ങുന്നു. ലോകകപ്പിൽ ഇരു ടീമും നേർക്കുനേർ വരും. പാക് താരങ്ങൾക്ക് ഇന്ത്യൻ താരങ്ങൾ കൈകൊടുക്കണമോ? ഏഷ്യ കപ്പ് കിരീടം നൽകാതെ മടങ്ങിയ PCB ചെയർമാന് വിജയം കൊണ്ട് ഇന്ത്യ മറുപടി നൽകുമോ? ആരാധകർക്ക് എന്താണ് പറയാനുള്ളതെന്ന് അവരോട് തന്നെ ചോദിക്കാം. ഇന്ത്യയും പാകിസ്ഥാനും നല്ല ടീമാണ്. കളി ടൈറ്റ് തന്നെയായിരിക്കും. പിന്നെ കളിക്കണതിനൊക്കെ ഉപരി രണ്ടും നല്ല സഹോദര രാജ്യങ്ങളാകാൻ പാകിസ്ഥാൻ ശ്രമിക്കണമെന്നുള്ളതാണ്. കളിയും ഒരിടത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ കളിക്കണത് നല്ലത് തന്നെയാണ്. എല്ലാവരോടും സൗഹൃദമായിട്ട് ജീവിക്കണം നല്ലതല്ലത്. കൈ കൊടുക്കുക, കളിക്കുക. ഒരു രാജ്യക്കാരെ അകറ്റി നിർത്തേണ്ട കാര്യമില്ല. എല്ലാവരും തുല്യമായി പോകുന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതെ, ജയിക്കും. ഇന്ത്യയിലെ ഫോമിലാണ്. അപ്പോൾ എന്തായാലും ജയിക്കും. പിന്നെ പാകിസ്ഥാൻ എന്തായാലും അടിക്കണം. നമ്മൾ കുറേ നാളായിട്ട് ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കണല്ലേ. ഇത് ഇപ്പോൾ അവർ ജയിച്ചേക്കണേ കപ്പടിച്ചിരിക്കും. പിന്നെ മടിയുമല്ലേ. അപ്പോൾ ഇന്ത്യ തന്നെ ജയിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ പിന്മാറിയതാണ് ഇന്ത്യനായിട്ട് കളിക്കാനുള്ള ഇത്. ലാസ്റ്റ് ICC എല്ലാം ഇടപെട്ടിട്ടാണ് ഇപ്പോൾ ഇന്ത്യ ആയിട്ട് കളിക്കുന്നത്. എന്തെന്നാലും അവർ ഇന്ത്യയെ പാകിസ്ഥാനെ തോൽപ്പിക്കുമെന്ന് 100% ഉറപ്പുണ്ട്. എക്കാലവും ക്രിക്കറ്റിലെ ക്ലാസിക് പോരാട്ടം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ്. ലോകകപ്പിൽ ഇന്ത്യക്ക് വ്യക്തമായ ആധിപത്യവുമുണ്ട്. ഇക്കുറി ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കാണാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ഒന്നടങ്കം. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ അഫ്സൽ രാജിനൊപ്പം ജോയ്മോൻ ജോസ്, ന്യൂസ് മലയാളം. നമ്മോടൊപ്പം മുൻ താരവും ക്രിക്കറ്റ് പരിശീലകനുമായ സോണി ചെറുത്തൂർ ചേരുകയാണ്. സോണി, ഒരു മത്സരം നടക്കില്ല എന്നൊക്കെ കരുതിയതിൽ നിന്ന് ഇപ്പോൾ മത്സരം നടക്കും എന്ന കാര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്തായാലും ഒരു ക്രിക്കറ്റ് പ്രേമി എന്ന നിലയിൽ ഈ രാഷ്ട്രീയത്തിലൊന്നുമല്ല കാര്യം, നമ്മൾ ഈ മത്സരം നടക്കണം എന്ന് ആഗ്രഹിക്കുക തന്നെയാണോ?
വളരെ ശരിയാണ്. കാരണം പ്രത്യേകിച്ച് ലോകകപ്പ് ഇതിൽ ഏറ്റവും ഗ്ലാമർ പോരാട്ടമെന്ന് ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ക്രിക്കറ്റിന്റെ ആരാധകർ എല്ലാവരും തന്നെ കാത്തിരുന്ന ഒരു മത്സരമാണ് ഇന്ത്യ പാക് മത്സരം. നമുക്കറിയാം അതിനു മുമ്പായിട്ടുള്ള രാഷ്ട്രീയമായ ചില കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇന്ത്യക്കായുള്ള മത്സരം കളിക്കുന്നില്ല എന്നുള്ള തീരുമാനം പാകിസ്ഥാൻ ആദ്യം എടുക്കുകയും പക്ഷേ കളി എല്ലാത്തിനും മുകളിലുണ്ടാവണമെന്നുള്ള ഒരു തിരിച്ചറിവ് വന്ന ഒരു സന്തോഷമുണ്ട്. ധോണി, അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണയൊക്കെ സൂര്യകുമാർ യാദവിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഈ നമ്മൾ റിവൽറി എന്നൊക്കെ ഉള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ ഈ ഒപ്പത്തിനൊപ്പം എന്നൊക്കെ പറയേണ്ടി വരും. പക്ഷേ 16 മത്സരങ്ങളാകുന്നു. അതിൽ ഇന്ത്യക്ക് 12 ജയം, 1 ടൈ ആണ്. ബാക്കി 3 ജയം മാത്രമാണ് പാകിസ്ഥാൻ ഉള്ളത്. അത് ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ റിവൽറി എന്ന് ഇപ്പോഴും പറയേണ്ടതുണ്ടോ എന്നൊക്കെയാണ് ചില ആരാധകർ ചോദിക്കുന്നത്. അല്ല, അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അത് ക്രിക്കറ്റിനകത്ത്, കളത്തിനകത്ത് മാത്രമല്ല കളത്തിന് പുറത്തും. എന്നാൽ ഞങ്ങളില്ല എന്ന് പറയുമ്പോൾ നിങ്ങളെ വേണ്ട എന്ന് പറയാൻ ഭാഗത്തിലേക്ക് BCCI വളർന്നിട്ടുണ്ട് എന്നുള്ളതും ഒരു വലിയ സത്യം തന്നെയാണ്. ധോണി, അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും സമീപകാലത്തെ റെക്കോർഡുകൾ പരിശോധിച്ചാൽ ഓസ്ട്രേലിയയെ പോലും തോൽപ്പിച്ചാണ് ഇപ്പോൾ പാകിസ്ഥാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഏഷ്യ കപ്പിൽ കണ്ട അതേ പാകിസ്ഥാൻ ആയിരിക്കില്ല ഇത്തവണ മുന്നിലെത്തുന്നത്. അല്ല, നമുക്കറിയാം T20 ക്രിക്കറ്റിൽ, പ്രത്യേകിച്ച് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു ടീമിനെയും വില കുറച്ച് കാണുന്നതിൽ അർത്ഥമില്ല. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള മത്സരങ്ങൾ ഇന്ത്യക്ക് വലിയ മുൻതൂക്കം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊക്കെ വസ്തുതയാണെങ്കിൽ പോലും ഏത് ടീമിനെ നോക്കിയാലും ശക്തമായി നമുക്കറിയാം. USA കളിച്ചത് നമ്മൾ കണ്ടു, അല്ലെങ്കിൽ നെതർലാൻഡ്സിനെ പോലുള്ള ടീമുകൾ കളിക്കുന്നത് കാണുന്നുണ്ട്, നേപ്പാള് ഇംഗ്ലണ്ടിനെ വിരട്ടി വിടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള നല്ല പോരാട്ടങ്ങൾ കാണാൻ സാധിക്കും. അവിടെയും പരിചയസമ്പത്തും ഫോമും ടീം ഇന്ത്യക്ക് അനുകൂലമാവുന്നതിന് നമുക്ക് പ്രതീക്ഷിക്കാം. സോണി, അതോടൊപ്പം ഇന്ത്യൻ ടീമിലേക്ക് കൂടി വന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ അത്രയും വലിയ ഒരു ആവേശം ഇന്ത്യൻ ആരാധകർക്ക് നൽകുന്ന ഒരു റിസൾട്ട് ആയിരുന്നില്ല സത്യത്തിൽ ഉണ്ടായിരുന്നത്. ഒരു ഭയപ്പെടുത്തുന്ന തരത്തിലായിരുന്നു അമേരിക്കയുടെ ഒരു പ്രകടനം ഉണ്ടായത്. ഒരുപക്ഷെ സൂര്യകുമാർ യാദവിന്റെ ഒറ്റയാൾ പ്രകടനം ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ വലിയ നാണക്കേടിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. പലപ്പോഴും ടൂർണമെന്റ് തുടക്കത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഉണർവ് നല്ലതാണ്. കാരണം നമ്മളെല്ലാം എളുപ്പമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നിർണായകമായ മത്സരങ്ങൾ, ഒരുപക്ഷെ നോക്കൌട്ട് മത്സരങ്ങളിലേക്ക് എത്തുമ്പോൾ നമുക്ക് വേണ്ടത്ര തയ്യാറെടുപ്പുകൾ, മാനസികമായ തയ്യാറെടുപ്പോടുകൂടി നമ്മൾ എത്തിപ്പെടാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ തുടക്കത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു ചെറിയൊരു പേടി തട്ടുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ ഒരു നമുക്കൊരു അല്പം കൂടി ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് നമുക്ക് കാണിക്കേണ്ടി വരുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. ഇന്ത്യയുടെ ബാറ്റിംഗ് നിര അവരുടെ അപ്രോച്ചിനെ പറ്റി ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് ചില നല്ല തീരുമാനങ്ങൾ, നല്ല ഡിസിഷൻ മേക്കിംഗ് എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം ഈ എന്തായാലും ഒരു ശ്രീലങ്കയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മത്സരം വരേണ്ടത്. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും മറ്റൊരു വേദിയിൽ എന്ന അർത്ഥത്തിലാണ് കൊളംബോയെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ചു വേണം ആ മത്സരത്തിലേക്ക് പോകാൻ. നമുക്കറിയാം സബ് കോണ്ടിനന്റ് കണ്ടീഷൻസിലൊക്കെ തന്നെ ടീം ഇന്ത്യ ശക്തരായ ടീമാണ്. നമുക്കറിയാം ഏത് സാഹചര്യങ്ങൾ നേരിടാൻ പാകത്തിലേക്ക് അതായിരിക്കുമല്ലോ ഇന്ത്യയുടെ സമീപകാല റെക്കോർഡുകൾ സൂചിപ്പിക്കുന്നത്. നമ്മൾ നേടിയ T20 പരമ്പരകളുടെ കണക്കും, അല്ലെങ്കിൽ നമ്മൾ 2022 ശേഷം തോൽവി നേരിട്ടുള്ള ലോകകപ്പ് മത്സരത്തിൽ നിന്നൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ഏത് സാഹചര്യങ്ങളിലും അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പാകത്തിലേക്ക് ടീം ഇന്ത്യ വളർന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു സൈനാണ്. പക്ഷെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തങ്ങളുടെ നാട്ടിൽ ഓസ്ട്രേലിയക്ക് നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ സാഹചര്യങ്ങളെ അടുത്തറിയുന്ന രണ്ട് ടീമുകൾ എന്ന നിലയിൽ ഒരു നല്ല പോരാട്ടം നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യ പക്ഷെ ഭയത്തോടു കൂടി ആയിരിക്കില്ല പോകുന്നത്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ സോണി ചെറുവത്തൂർ പ്രതികരിച്ചതിന്. എന്തായാലും ഇന്ത്യയും പാകിസ്ഥാനും വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മത്സരത്തിലേക്ക് വരുന്നു എന്നത് വലിയ ആവേശത്തോടെയാണ് ആരാധകർ കാണുന്നത്. എന്തായാലും കൊളംബോയിൽ ഫെബ്രുവരി 15-നാണ് ആ മത്സരം നടക്കും എന്ന കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട്. എന്തായാലും പാകിസ്ഥാൻ ഒരുപാട് ഉപാധികളൊക്കെ വെച്ചെങ്കിലും അതൊന്നും കേൾക്കാൻ എന്തായാലും ICC തയ്യാറായിട്ടുമില്ല. നമ്മൾ ഇന്നത്തെ മത്സരത്തിന്റെ റിസൾട്ട് കൂടി പരിശോധിച്ചാൽ 2020 ലോകകപ്പിൽ നമീബിയക്കെതിരെ നെതർലൻഡ്സിന് തകർപ്പൻ ജയം. ഡൽഹിയിൽ നടന്ന മത്സരത്തിൽ 7 വിക്കറ്റിനാണ് ഡച്ച് ടീം നമീബിയയെ തോൽപ്പിച്ചത്. 157 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന നെതർലൻഡ്സ് 18 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ നമീബിയ 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിലാണ് 156 റൺസ് നേടിയത്. 4 പേർക്ക് മാത്രമാണ് നമീബിയ നിരയിൽ 2 അക്കം കടക്കാനായത്. മറുപടി ബാറ്റിംഗിൽ ബാസ്റ്റി ലീഡ്സിന്റെ അർദ്ധ സെഞ്ചുറിയാണ് ഡച്ച് നിരയ്ക്ക് അനായാസ ജയം സമ്മാനിച്ചത്. ബാറ്റിംഗിലും ബൌളിംഗിലും ഒരുപോലെ തിളങ്ങിയ ബാസ്റ്റി ലീഡാണ് കളിയിലെ താരം. UAE-ക്കെതിരെ ന്യൂസിലൻഡിന് 174 റൺസ് വിജയലക്ഷ്യം. 6 വിക്കറ്റ് നഷ്ടത്തിലാണ് UAE 173 റൺസിലെത്തിയത്. ക്യാപ്റ്റൻ മുഹമ്മദ് വസീമിന്റെയും മലയാളി താരം അലിഷാൻ ഷർഫുവിന്റെയും അർദ്ധ സെഞ്ചുറിയുടെ മികവിലാണ് UAE മികച്ച സ്കോറിൽ എത്തിയത്. വസീം പുറത്താവാതെ 66 റൺസ് നേടിയപ്പോൾ ഷറഫു 55 റൺസ് എടുത്ത് പുറത്തായി. ഇനി ഇന്ത്യക്ക് വേണ്ടി മാത്രമല്ല ഇക്കുറി ഇന്ത്യക്കാർ ലോകകപ്പിന് പാഡണിയുന്നത്. വിവിധ രാജ്യങ്ങൾക്കായി 40ഓളം ഇന്ത്യൻ വംശജരാണ് കളത്തിലുള്ളത്. ആരൊക്കെയാണ് അതെന്ന് ജ്യോതിഷ പറഞ്ഞു തരും. എക്സ്പ്ലെയിനർ.
T20 ലോകകപ്പിൽ ഇത്തവണ ഇന്ത്യയുടെ സാന്നിധ്യം നീല ജേഴ്സിയിൽ ഇറങ്ങുന്ന 15 താരങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ടീം ഇന്ത്യക്ക് പുറമെ വിവിധ രാജ്യങ്ങളുടെ ജേഴ്സി അണിഞ്ഞ് 40ഓളം ഇന്ത്യൻ വംശജർ ലോകകപ്പിൽ കളത്തിലിറങ്ങുന്നുണ്ട്. ഇവരിൽ ശ്രദ്ധേയമായൊരു കാര്യം ഈ 40 ഇന്ത്യൻ വംശജരിൽ 34 പേരും വെറും 4 ടീമുകൾക്കായി കളിക്കുന്നു എന്നതാണ്. കാനഡ, അമേരിക്ക, ഒമാൻ, UAE എന്നീ 4 ടീമുകളിലാണ് ഇന്ത്യൻ വംശജരുടെ ഏറ്റവും വലിയ സാന്നിധ്യം. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ വംശജരുള്ള ടീം കാനഡയാണ്. 11 ഇന്ത്യൻ വംശജരുള്ള കാനഡയെ നയിക്കുന്നതും ഒരു ഇന്ത്യക്കാരൻ തന്നെ. ടീമിന്റെ നായകനായ ദിൽപ്രീത് ബജ്വയ്ക്ക് പഞ്ചാബ് ക്രിക്കറ്റ് ടീമിൽ അവസരം ലഭിക്കാതെ വന്നതോടെയാണ് കാനഡയിലേക്ക് ചേക്കേറിയത്. അമേരിക്കയാണ് കാനഡയ്ക്ക് പിന്നാലെ ഇന്ത്യൻ താരങ്ങളുടെ സാന്നിധ്യം കൂടുതലുള്ള മറ്റൊരു ടീം. അമേരിക്കൻ ടീമിൽ 9 ഇന്ത്യൻ വംശജരാണ് ഉള്ളത്. മുംബൈയിൽ ജനിച്ച ഇന്ത്യക്കായി അണ്ടർ-19 ക്രിക്കറ്റിൽ കളിച്ച പേസർ സൗരഭ് നേത്രവൽക്കർ ഇത്തവണ അമേരിക്കൻ ടീമിനായി ലോകകപ്പിൽ പന്തെറിയും. ജന്മനാടായ ഇന്ത്യക്കെതിരെ മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ സൗരഭ് കളത്തിലിറങ്ങിയതും ഈ ലോകകപ്പിന്റെ പ്രത്യേകതയാണ്. ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവിനൊപ്പം അണ്ടർ-19 ടീമിൽ കളിച്ച താരമാണ് സൗരഭ് നേത്രവൽക്കർ. ഗുജറാത്തിലെ ആനന്ദിൽ ജനിച്ച മൊനാങ് പട്ടേലും അമേരിക്കൻ ടീമിലെ മറ്റൊരു ഇന്ത്യൻ വംശജനാണ്. ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം ഗുജറാത്തിനായി അണ്ടർ-19 കളിച്ച താരമാണ് മൊനാങ്. ഗൾഫ് മേഖലയിൽ നിന്ന് ലോകകപ്പിൽ പങ്കെടുക്കുന്ന ഒമാനും ഇന്ത്യൻ വംശജരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാണ്. 7 ഇന്ത്യൻ വംശജരാണ് ഒമാൻ ടീമിലുള്ളത്. പഞ്ചാബിലെ ലുധിയാനയിൽ ജനിച്ച ജതീന്ദർ സിംഗ് ആണ് ഒമാനിന്റെ നായകൻ. ഗ്രൂപ്പ് മത്സരങ്ങൾ ശ്രീലങ്കയിൽ നടക്കുന്നതിനാൽ ഇന്ത്യയിൽ കളിക്കാൻ ജതീന്ദർ സിംഗിന് കഴിയില്ല. ഒമാനെ പോലെ തന്നെ UAE ടീമിലും ഇന്ത്യൻ താരങ്ങളാണ് കരുത്ത്. 7 ഇന്ത്യൻ വംശജരാണ് UAE ടീമിലുള്ളത്. മലയാളി താരം അലിഷാൻ ഷറഫു UAE ടീമിന്റെ ഓപ്പണറാണ്. കണ്ണൂർ രാമന്തളി സ്വദേശിയാണ് ഷറഫു. ഇറ്റലി ആദ്യമായി ലോകകപ്പ് കളിക്കാനെത്തുമ്പോൾ പന്തെറിയാൻ ഒരു ഇന്ത്യക്കാരനുണ്ട്, പഞ്ചാബുകാരൻ ജസ്പ്രീത് സിംഗ്. ഉപജീവനത്തിനായി ടാക്സി ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന ജസ്പ്രീത് ലോകകപ്പിൽ കളിക്കുക എന്നത് സ്വപ്ന സാക്ഷാത്കാരം. നെതർലാൻഡ് ടീമിലെ ഏക ഇന്ത്യൻ വംശജനാണ് ആര്യൻ ദത്ത്. 2023 ഏകദിന ലോകകപ്പിലും നെതർലാൻഡിനായി ഇന്ത്യയിൽ കളിച്ച താരമാണ് ആര്യൻ. ഇതിനു പുറമെ ന്യൂസിലാൻഡ് ടീമിലെ രച്ചിൻ രവീന്ദ്രയും ഇഷ് സ്വാതിയും ദക്ഷിണാഫ്രിക്കയുടെ കേശവ് മഹാരാജും വെസ്റ്റ് ഇൻഡീസിന്റെ ഗുഡഗേഷ് മോട്ടിയും ഇന്ത്യൻ വംശജരാണ്. ഇന്ത്യൻ ടീമിലെ ഈ 15 താരങ്ങൾക്ക് പുറമെ ലോകകപ്പിൽ വിവിധ രാജ്യങ്ങൾക്കായി പട നയിക്കുന്ന ഈ ഇന്ത്യൻ വംശജർ ലോക ക്രിക്കറ്റിലെ ഇന്ത്യൻ സ്വാധീനത്തിന്റെ വ്യക്തമായ ഉദാഹരണമാണ്.